കാളികാവിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പിതാവ് ഫൈസിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ്. കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചത് ക്രൂരമായ മർദ്ദനമെന്ന് തെളിഞ്ഞു. ഫൈസ് ഭാര്യയെയും മർദ്ദിക്കാറുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരനുണ്ട്. നിതിൻ, 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ്, ഭാര്യയുമായുള്ള വഴക്ക് ഒക്കെയാണ് ഈ ഒരു കുഞ്ഞിനെ ഇത്രയേറെ ക്രൂരമായി ഉപദ്രവിക്കാനുള്ള കാരണമെന്നൊക്കെയാണ് പറയുന്നത്. ഒപ്പം റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, തലക്കേറ്റ ക്ഷതമാണ് ഇത്തരത്തിൽ കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? മലപ്പുറം കാളികാവിലാണ് 2.5 വയസ്സുള്ള പെൺകുട്ടിയെ പിതാവ് അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പിതാവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. മരിച്ച പെൺകുട്ടിയുടെ മാതാവിൻ്റെ ബന്ധുക്കളുടെ പരാതിയിലായിരുന്നു ഈ പിതാവിനെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇന്നലെ പോലീസ് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് ആദ്യം കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു കാളികാവ് പോലീസ് അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പെൺകുട്ടിയുടെ തലച്ചോറ് ഇളകിപ്പോയിരുന്നു. അതോടൊപ്പം തന്നെ വാരിയെല്ലിന് പൊട്ടലേറ്റിട്ടുണ്ട്. സിഗരറ്റ് ഉപയോഗിച്ച് പെൺകുട്ടിയുടെ കൈക്കും തുടയിലും പൊള്ളിച്ചതായും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. ഇത്തരത്തിൽ അതിക്രൂരമായാണ് ഈ പിതാവ് ഫായിസ് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നു. നേരത്തെയും ഈ പെൺകുട്ടിയെയും മാതാവിനെയും, മരിച്ച പെൺകുട്ടിയെയും മാതാവിനെയും കൊല്ലുമെന്ന് ഫായിസ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് ഇന്നലെ ബന്ധുക്കൾ ഇക്കാര്യം നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ബന്ധുക്കൾ ആദ്യം കാര്യമാക്കിയിരുന്നില്ല. 2 ആഴ്ച മുമ്പാണ് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇടപെട്ട് ഈ ഫായിസും ഭാര്യയും തമ്മിലുള്ള പിണക്കം മാറ്റി ഇവരെ ഫായിസിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. ആദ്യം ഫായിസിന്റെ ഭാര്യയെയും പെൺകുട്ടിയെയും ഫായിസിന്റെ വീട്ടിലേക്ക് അയക്കാൻ ഭാര്യയുടെ ബന്ധുക്കൾ തയ്യാറായിരുന്നില്ല. എന്നാൽ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കുകയും ഫായിസിന്റെ വീട്ടിലേക്ക് അയക്കുകയുമായിരുന്നു. എന്നാൽ അതിനുശേഷവും ക്രൂര പീഡനം ഫായിസ് തുടർന്നു. അതിനുശേഷമാണ് വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇടപെട്ടിരുന്ന ഒരു സംഭവമാണ്. ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഈ കുഞ്ഞിന് ഇതിനു മുൻപും പരിക്കേറ്റിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഈ 2 ആഴ്ചയ്ക്ക് മുൻപ് ഈ ഒരു ഒത്തുതീർപ്പിന് ശ്രമങ്ങൾക്കൊക്കെ മുൻപ് തന്നെ ഈ കുഞ്ഞിന് അപ്പോഴും മാരകമായ പ്രഹരങ്ങൾ അല്ലെങ്കിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട്. അതൊന്നും ഈ രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണോ? തീർച്ചയായും അത്തരത്തിൽ മധ്യസ്ഥ ശ്രമം നടക്കുന്നതിന് മുൻപും ഈ പെൺകുട്ടിയും മരിച്ച പെൺകുട്ടിയെയും മാതാവിനെയും ഫായിസ് നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ കാരണമാണ് ഫായിസിന്റെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. തുടർന്നാണ് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കുകയും ഇനി അത്തരത്തിൽ തൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഫായിസ് ഇവർക്കും ഫായിസിന്റെ ഭാര്യയുടെ ഈ ഒരു ഒത്തുതീർപ്പിനിടയിൽ കൃത്യമായൊരു നടപടി അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു നിയമ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് വ്യക്തമല്ലേ? അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരുമായിരുന്നില്ല. അന്ന് കൃത്യമായി ഈ കുഞ്ഞിന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഒരു പക്ഷേ അതുമായി നിയമപരമായി മുന്നോട്ട് പോകാൻ ഇടപെട്ടിരുന്നവർക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞിന് ജീവൻ നഷ്ടമാകുമായിരുന്നില്ലല്ലോ. ഫായിസിന്റെ ഭാര്യ നൽകിയ ഒരു പരാതി നിലവിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇതിന് ശേഷമാണ് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന രൂപത്തിൽ ഒരു ചർച്ച നടത്തുകയും ഫായിസ് അത് സമ്മതിക്കുകയും ചെയ്തു. തൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഇനി ഉണ്ടാവില്ലെന്നും ഭാര്യയെയും മകളെയും താൻ മർദ്ദിക്കില്ലെന്നും ഫായിസ് ഉറപ്പു നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഫായിസിന്റെ വീട്ടിലേക്ക് ഈ ഭാര്യയെയും മകളെയും പറഞ്ഞയക്കാൻ ഭാര്യയുടെ ബന്ധുക്കൾ തയ്യാറാവുന്നത്. അതിനുശേഷവും ഫായിസ് ക്രൂരമായ അതിക്രമം തുടർന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മരണത്തോടെ വ്യക്തമാകുകയും ചെയ്യുന്നത്. ഈ പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി മരിച്ചതിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും തയ്യാറാകുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പറഞ്ഞത് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയതാണ് എന്നാണ്. അപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് ഈ പരിക്ക് കണ്ടെത്തുകയും അവർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. ഫായിസിനെ ഇന്നലെ കാളികാവിലെ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശദമായി ഈ പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയതിന് പിന്നാലെ ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. വിദ്യ. നിതിൻ, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാര്യയുടെ അമ്മ ഇന്നലെ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയും ഈ ഫായിസിൻ്റെ അമ്മയും സഹോദരിയും സഹോദരിയുടെ ഭർത്താവ് അളിയനും ഒക്കെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നൊരു മൊഴി അവർ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്കൊക്കെ അന്വേഷണം എത്താനുള്ള സാധ്യതകളുണ്ടോ?
ഇത്തരത്തിൽ തന്നെ ഫായിസിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി പോലീസ് അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ക്രൂരമായ കൊലപാതകം നടക്കുമ്പോൾ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കും. കാരണം 2.5 വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് വ്യാപകമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു നാടിന്റെ ആകെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് ഈ 2.5 വയസ്സുകാരുടെ കൊലപാതകത്തുകൊണ്ട്. പ്രദേശത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം സ്വാഭാവികമായും കടക്കും. പ്രത്യേകിച്ച് ഈ ഫായിസ് ഈ ഭാര്യയെ മർദ്ദിക്കുമ്പോൾ ഫായിസിന്റെ മാതാവിൻ്റെയും ഫായിസിന്റെ സഹോദരിയുടെയും പിന്തുണ ഇവർക്കുണ്ട് എന്ന് ബന്ധുക്കൾ തന്നെ നേരത്തെ ആരോപിച്ചിരുന്നു. അത്തരത്തിൽ ഈ ഫായിസിന്റെ സഹോദരിയെയും മാതാവിനെയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കൃത്യമായ തെളിവുകൾ ലഭ്യമായാൽ അവർക്കെതിരെയും നടപടിയെടുക്കാൻ, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്കെതിരെയും കേസെടുക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. വിദ്യ. ശരി നിതിൻ, വ്യക്തമാണ്. കാളികാവിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പിതാവ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി. കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചത് ക്രൂരമായ മർദ്ദനമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. മറ്റു കൂടുതൽ പേർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ പ്രഭാകരൻ.